ചെല്ലാനം തീരസംരക്ഷണത്തിനായുള്ള രണ്ടാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് തീരദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു. കാലവർഷം എത്തുന്നതിന് മുൻപ് സാങ്കേതികാനുമതി ലഭ്യമാക്കി നിർമ്മാണം തുടങ്ങണമെന്നും ജിയോ ബാഗുകൾ സ്ഥാപിച്ച് താൽക്കാലിക സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ ആവശ്യം. പോർട്ടിൽ നിന്നും ഡ്രെഡ്ജ് ചെയ്യുന്ന മണ്ണ് തീരത്ത് നിക്ഷേപിച്ച് തിരമാലകളുടെ ആഘാതം കുറയ്ക്കാനുള്ള നടപടികൾ അധികൃതർ വേഗത്തിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ചെല്ലാനം തീരത്തെ കടലാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായുള്ള രണ്ടാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ തീരദേശവാസികൾ ആശങ്കയിലാണ്. കഴിഞ്ഞ മാർച്ച് 7-ന് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നെങ്കിലും സാങ്കേതികാനുമതി ലഭിക്കുന്നതിലെ താമസവും കരാർ നടപടികൾ പൂർത്തിയാകാത്തതും പദ്ധതി വൈകാൻ കാരണമായിട്ടുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കടൽഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിച്ച് നിരവധി കുടുംബങ്ങൾ തങ്ങളുടെ തകർന്ന വീടുകൾ വലിയ തുക ചിലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വർഷക്കാലത്തും കടൽക്കയറ്റ ദുരിതം അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണിവർ. പദ്ധതിക്കാവശ്യമായ സാങ്കേതികാനുമതി എത്രയും വേഗം ലഭ്യമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കണമെന്നും ജിയോ ബാഗുകളില്ലാത്ത ഇടങ്ങളിൽ അവ സ്ഥാപിച്ച് കടലാക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകണം. കൊച്ചിൻ പോർട്ട് ഡ്രെഡ്ജ് ചെയ്ത് മാറ്റുന്ന എക്കൽ മണ്ണ് ചെല്ലാനം മുതൽ സൗദി വരെയുള്ള തീരപ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് തീരത്തെ ആഴം കുറയ്ക്കാനും തിരമാലകളുടെ ആഘാതം കുറയ്ക്കാനും നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ചെല്ലാനം കൊച്ചി ജനകീയ വേദി മുന്നോട്ട് വയ്ക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വേഗത്തിലുള്ള ഇടപെടൽ വഴി മാത്രമേ തീരദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റാനും അവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാനും സാധിക്കുമെന്ന് ഇവർ അറിയിച്ചു. ജിയോ ബാഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പരമാവധി വെക്കുക, തടയായിട്ട് വെക്കുക. രണ്ടാമത്തെ കാര്യം, കൊച്ചിൻ പോർട്ട് ഡ്രെഡ്ജ് ചെയ്ത് വെച്ചും 20 കിലോമീറ്റർ ആഴക്കടലിൽ കൊണ്ടുപോയി കളയുന്ന എക്കൽ, അത് ചെല്ലാനം മുതൽ സൗദി വരെയുള്ള പ്രദേശങ്ങളിൽ തീരക്കടലിൽ ആ ഡ്രഡ്ജറിന് വന്ന് അടിക്കാവുന്ന പരമാവധി അടുത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് വടക്ക് കിഴക്കോട്ടായിരിക്കും വന്ന് തീരത്തേക്ക് അടിയുക. തീരത്തടിയുമ്പോൾ തീരത്ത് ആഴം കുറയും. കൂടാതെ വെള്ളത്തിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി കൂടി കുറുക്ക് പോലെയിട്ട് തിരമാല ഉണ്ടാകാത്തൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ഇപ്പോൾ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് 404 കോടി രൂപയുടെ. പക്ഷേ അത് ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ആർക്കെങ്കിലും ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് വേ ബ്രിഡ്ജ്, ഈ ലോറി തൂക്കുന്ന വേ ബ്രിഡ്ജ് നിർമ്മിക്കാൻ മാത്രം ഏതാണ്ട് 1 മാസം സമയം വേണം. അത് കഴിയുമ്പോൾ കാലവർഷം, അതിന് മുമ്പ് തന്നെ കാലവർഷം ആരംഭിച്ചിരിക്കും. കാലവർഷം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കരിങ്കല്ലടിക്കലൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ പറയുന്ന 2 കാര്യങ്ങൾ ചെയ്യണമെന്ന ന്യൂസ് ബ്യൂറോ കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.